ഇമ്പോർട്ടൻസ് ഉണ്ട്, നമുക്ക് പുറകെ അതിനെ കാണാം. 1919 ഓഗസ്റ്റ് 12-നാണ് ആര് ജനിച്ചതെന്ന് പറയുന്നത്? ആര് ജനിച്ചത്? വിക്രം സാരാഭായ് ജനിച്ചതെന്ന് പറയുന്നത്. എൻഗോസ്പാറ രൂപീകൃതമായത് 1962-ലാണ്. എൻഗോസ്പാറ നിലവിൽ വന്നത് 1962-ലാണ്. അതിനുശേഷം ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട അടുത്ത പ്രധാന കാൽവെപ്പാണ് നടന്നിരിക്കുന്നത്. എന്ത് രൂപീകൃതമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഹു വാസ് ദ ഫസ്റ്റ് മലയാളി ചെയർമാൻ ഓഫ് ISRO? ISROയുടെ ചെയർമാൻ പദവിയിലെത്തിയ ആദ്യ മലയാളി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ISRO ചെയർമാനായ ആദ്യ മലയാളി എന്ന് പറയുന്നത്. ഹായ്, എല്ലാവർക്കും സഹാരി PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഡിഗ്രി ലെവൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ടെക്നോളജി ഇൻ സ്പേസ് എന്ന പാർട്ടിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പം ധാരാളം ക്വസ്റ്റ്യൻസ് സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിൽ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് പ്രിലിംസിന് ധാരാളം ക്വസ്റ്റ്യൻസ് വരുന്നൊരു മേഖലയാണ് ടെക്നോളജി ഇൻ സ്പേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ISRO റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ISROയുടെ അനുബന്ധ സ്ഥാപനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരാറുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ടെക്നോളജി ഇൻ സ്പേസിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു സെഷനിൽ നമുക്ക് കവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്പേസ് പ്രോഗ്രാം, ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിന് തുടക്കം കുറിച്ചതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഇൻകോസ്പാർ, TRLS, SSTC, ISRO, പിന്നെ അതുപോലെ തന്നെ ISROയുടെ അനുബന്ധ സ്ഥാപനങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് സ്പേസ് സെന്റേഴ്സും അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളും, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനകത്ത് കവർ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നതാണ്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഫോംഡ് ഇൻ ദ ഇയർ ഡാഷ്. ഡിഗ്രി ലെവൽ പ്രിലിംസിന് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ മെയിൻസിന് വന്നിരിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കി നിങ്ങൾ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, വെർ ഇസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ISRO? ISROയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് which of the following is not true about Indian space research? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നുള്ളതാണ് ചോദിച്ചത്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരു ചോദ്യം കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ISRO സ്ഥാപിതമായത് 98-ലാണ്. ഇതിന്റെ ആസ്ഥാനം കൽക്കത്തയിലെ അന്തരീക്ഷ ഭവനാണ്. അതുപോലെ തന്നെ ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ, ISROയുടെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് വിക്രം സാരാഭായ് ആണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അങ്ങനെ കുറച്ചധികം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് ശരിയായിട്ടുള്ള ഏതൊക്കെയാണ്, നമുക്ക് ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം നമ്മൾ അവസാനം കാണും. ടോപ്പിക്കും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ഈ ചോദ്യങ്ങളിലേക്ക് തിരിച്ചു വരും. അത് ഞാൻ ചോദ്യങ്ങളൊന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി ആരെന്നാണ് ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം. അപ്പം ഈ ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിന്റെ പ്രാധാന്യം മനസ്സിലായി, എത്രത്തോളം ക്വസ്റ്റ്യൻസ് അതിനകത്ത് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാവുന്നതാണ്. അടുത്ത ചോദ്യം ഇതാണ്, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ഒരു ചോദ്യം നോക്കാം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? നിലവിലെ ചെയർമാൻ. കാലാകാലങ്ങളായിട്ട് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട്, കറണ്ട് അഫയേഴ്സുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ബഹിരാകാശ ഗവേഷണം എന്ന ടോപ്പിക്കിൽ നിന്ന് സ്ഥിരമായി ചോദിക്കുന്നതാണ്. നിലവിലെ ചെയർമാൻ എന്നൊരു ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നോക്കി, ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി ഏതെന്നാണ് ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക്, ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കടക്കാൻ പോവാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട ആ ഒരു ടോപ്പിക്കിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കടക്കാൻ പോവാണ്. അപ്പോൾ ഇന്ത്യയിൽ ബഹിരാകാശ ഗവേഷണത്തിന് തുടക്കം കുറിക്കുന്നത് ശരിക്കും ഇൻകോസ്പാറിന്റെ രൂപീകരണത്തോടു കൂടിയാണ്. ഇൻകോസ്പാറിന്റെ രൂപീകരണത്തിൽ 1968 ഫെബ്രുവരി 16-ന് വിക്രം സാരാഭായിയുടെയും അതുപോലെ ഡോക്ടർ രാമനാഥന്റെയും നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ ബഹിരാകാശ ഗവേഷണത്തിന് തുടക്കം കുറിക്കുന്നത്. അങ്ങനെ ഇന്ത്യയിൽ ബഹിരാകാശ ഗവേഷണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് രൂപീകൃതമായ ആദ്യത്തെ സംഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് അഥവാ എന്താണ്, ഇൻകോസ്പാർ ആണ്. ഇൻകോസ്പാറിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് എന്താണ്, ഇൻകോസ്പാറിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്, പൂർണ്ണ രൂപം എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്നതാണ് ഇൻകോസ്പാറിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ഇൻകോസ്പാർ രൂപീകൃതമായ വർഷം ഏതാണെന്ന് നോക്കി നിങ്ങൾ, 1962-ലാണ് ഇൻകോസ്പാർ രൂപീകൃതമാകുന്നത്. എൻഗോസ്പാർ രൂപീകൃതമായ വർഷം എന്ന് പറയുന്നത് എന്താണ്? 1962 ഫെബ്രുവരി 16-നാണ് എൻഗോസ്പാർ നിലവിൽ വന്നത്. എൻഗോസ്പാറിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ആണ്. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ആണ് എൻഗോസ്പാറിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്.
എൻകോസ്പാറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ബഹിരാകാശ ഗവേഷണത്തിന് തുടക്കം കുറിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകൃതമായ സംഘടനയാണ് എന്ന് പറയുന്നത് എൻകോസ്പാർ എന്ന് പറയുന്നത്. നമുക്ക് അടുത്തേക്ക് വരാം. അപ്പം എൻകോസ്പാറിന് രൂപീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്ത വ്യക്തികൾ, രണ്ട് പേരുകൾ ഓർത്തു വെക്കുക. എൻകോസ്പാർ രൂപീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്ത വ്യക്തികൾ എന്ന് പറയുന്നത് ഡോക്ടർ വിക്രം സാരാഭായും ഡോക്ടർ രാമനാഥനുമാണ്. ഡോക്ടർ രാമനാഥൻ, ഓക്കെ, ആ രണ്ട് വ്യക്തികളുടെ പേര് ഓർത്തിരിക്കുക. വിക്രം സാരാഭായിയുടെയും ഡോക്ടർ രാമനാഥന്റെയും നേതൃത്വത്തിലാണ് എന്ത് രൂപീകൃതമായിരിക്കുന്നത്? എൻകോസ്പാർ രൂപീകൃതമായത്. അപ്പൊ എൻകോസ്പാർ നിലവിൽ വന്നത് ഏത് വകുപ്പിന് കീഴിലാണ്? കേന്ദ്ര സർക്കാരിന്റെ ഏത് ഡിപ്പാർട്ട്മെന്റിന് കീഴിലാണ് എൻകോസ്പാർ നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിക്ക് കീഴിലാണ്. അപ്പോൾ അവിടെ ഓർത്തിരിക്കുക, ഇന്ത്യയിൽ ബഹിരാകാശ ഗവേഷണത്തിന് തുടക്കം കുറിച്ചത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ബഹിരാകാശ ഗവേഷണത്തിന് തുടക്കം കുറിച്ചത് ഏത് വകുപ്പിന് കീഴിലാണ്? ആണവോർജ്ജ വകുപ്പിന് കീഴിലാണ് ഇന്ത്യയിൽ ബഹിരാകാശ ഗവേഷണത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ ബഹിരാകാശ ഗവേഷണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് രൂപീകൃതമായ സംഘടനയാണ് എൻകോസ്പാർ, ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്ന് പറയുന്നത്. 1962 ഇത് രൂപീകൃതമായത്. ആരുടെ നേതൃത്വത്തിലാണ്? വിക്രം സാരാഭായിയുടെയും ഡോക്ടർ രാമനാഥന്റെയും നേതൃത്വത്തിലാണ് രൂപീകൃതമായത്. ഇതിന്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത്, എൻകോസ്പാറിന്റെ ആദ്യ ചെയർമാൻ ആയിരുന്ന വ്യക്തി എന്ന് പറയുന്നത് വിക്രം സാരാഭായി ആണ്. അപ്പോൾ ഇവിടുന്ന് വേണ്ട കാര്യങ്ങളൊക്കെ അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. എൻകോസ്പാറിന്റെ പൂർണ്ണ രൂപം നിങ്ങൾ പഠിക്കണം. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ആണ്. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ആണ് എൻകോസ്പാറിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. എൻകോസ്പാർ രൂപീകൃതമായ വർഷം എന്ന് പറയുന്നത് ഏതാണ്? 1962 എൻകോസ്പാർ രൂപീകൃതമായത്. എൻകോസ്പാർ നിലവിൽ വന്നത് ഏത് വകുപ്പിന് കീഴിലാണ്? ആണവോർജ്ജ വകുപ്പിന് കീഴിലാണ്. ആണവോർജ്ജ വകുപ്പിന് കീഴിലാണ് ഇന്ത്യയിൽ ബഹിരാകാശ ഗവേഷണത്തിന് തുടക്കം കുറിച്ചത്. എൻകോസ്പാറിന് രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തികൾ എന്ന് പറയുന്നത് വിക്രം സാരാഭായും ഡോക്ടർ രാമനാഥനും. ആദ്യ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്, ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ചെയർപേഴ്സൺ എന്ന് പറയുന്ന ആരാണ്? ഡോക്ടർ വിക്രം സാരാഭായി ആണ്. എൻകോസ്പാറിന്റെ ഫസ്റ്റ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഡോക്ടർ വിക്രം സാരാഭായി ആണ് ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ISRO കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ISRO ഒക്കെ രൂപീകൃതമാകുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ബഹിരാകാശ ഗവേഷണം എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകൃതമായ സംഘടനയാണ് ഇത് എൻകോസ്പാർ എന്ന് പറയുന്നത്, ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അല്ലെങ്കിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഡോക്ടർ വിക്രം സാരാഭായി എന്ന് പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് ടെക്നോളജി, ഇന്ത്യൻ ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ പിതാവ്, അല്ലെങ്കിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ്, അല്ലെങ്കിൽ ഇന്ത്യൻ ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത്, ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് ടെക്നോളജി എന്നൊക്കെ അറിയപ്പെടുന്നത് വിക്രം സാരാഭായി ആണ്. അദ്ദേഹത്തിന്റെ പ്രാധാന്യം, ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സംഘടനയാണ് ISRO എന്ന് പറയുന്നത്. ISROയുടെ ആദ്യ ചെയർമാൻ ആയിരുന്നത് ആരാണ്? വിക്രം സാരാഭായി ആണ്. ഫസ്റ്റ് ചെയർമാൻ, ISROയുടെ ആദ്യ ചെയർമാൻ ആണ് ആരെന്ന് പറയുന്നത്? വിക്രം സാരാഭായി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് കിടക്കാം, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം, അടുത്ത പോയിന്റിലേക്ക് വരാം. അപ്പോൾ വിക്രം സാരാഭായിയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ നമ്മുടെ തുമ്പയിലെ ആദ്യമായിട്ടൊരു റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ രൂപീകൃതമായത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ തുമ്പയിലാണ് നിലവിൽ വന്നതെന്ന് പറയുന്നത്. അദ്ദേഹത്തോടുള്ള സ്മരണാർത്ഥം, വിക്രം സാരാഭായിയോടുള്ള സ്മരണാർത്ഥം, അല്ലെങ്കിൽ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവിനോടുള്ള സ്മരണാർത്ഥം തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനെ എങ്ങനെ പുനർനാമകരണം ചെയ്യപ്പെട്ടു? VSSC എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഓക്കെ, അപ്പം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അത് തന്നെ ചോദിക്കുന്നതാണ് കേട്ടോ. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തിരുവനന്തപുരം ആണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്തെ രണ്ട് അതികായരാണ് വിക്രം സാരാഭായും സതീഷ് ധവാനും. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് വിക്രം സാരാഭായും. എന്നാൽ ഏറ്റവും കൂടുതൽ കാലം ISROയുടെ ചെയർമാൻ പദവിയിൽ ഇരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? സതീഷ് ധവാൻ എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് പുറകെ കാര്യങ്ങളിലേക്ക് വരാം. ഇനി അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത്, ജന്മദേശം എന്ന് പറയുന്നത് ഗുജറാത്താണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 1919 ഓഗസ്റ്റ് 12 ഈ ദിവസത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, നമുക്ക് പുറകെ അതിനെ കാണാം. 1919 ഓഗസ്റ്റ് 12 ആര് ജനിച്ചതെന്ന് പറയുന്നത്? വിക്രം സാരാഭായ് ജനിച്ചതെന്ന് പറയുന്നത് അഹമ്മദാബാദിലാണ്. അഹമ്മദാബാദാണ് വിക്രം സാരാഭായിയുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വിക്രം സാരാഭായിയുടെ ബർത്ത്ഡേ ഓഗസ്റ്റ് 12 എന്ന് പറയുന്നത് ഏത് ദിവസമായിട്ടാണ് ഇന്ത്യയിൽ ആചരിക്കുന്നത്? നിങ്ങൾ നോക്കിയേ, ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനം. ഇന്ത്യയിലെ റിമോട്ട് സെൻസിംഗ് ദിനമാണ്. ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനം എന്ന് പറയുന്നത് ഏതാണ്? ഓഗസ്റ്റ് 12 ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക.
ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ഡേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായി ആചരിക്കുന്നത് വിക്രം സാരാഭായിയുടെ ബർത്ത്ഡേ ആണ്, August 12. ചോദിക്കുന്ന പോയിന്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. ഓക്കെ. പിന്നെ അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് പത്മഭൂഷൺ 1966 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ SSB പ്രൈസ്, ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് SSB പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. 1962 ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് അല്ലെങ്കിൽ ശാന്തി സ്വരൂപ് ഭട്നഗർ പ്രൈസ് ആർക്ക് ലഭിച്ചിട്ടുണ്ട്? വിക്രം സാരാഭായിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, പത്മവിഭൂഷൺ 72 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അപ്പം വിക്രം സാരാഭായിയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് തുമ്പ സ്പേസ് റിസർച്ച് സെന്ററിന്റെ ആർക്കിടെക്ട് എന്നറിയപ്പെടുന്ന, ഹീസ് നോൺ ആസ് ആർക്കിടെക്ട് of Tumba Space Research Center and Satellite Launch Center in Ahmedabad. Vikram Sarabhai is also known as the architect of Tumba Space Research Center and Satellite Launch Center in Ahmedabad. Okay. പുരസ്കാരങ്ങളൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കേണ്ട, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാന്നേ ഉള്ളൂ, വർഷമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. നമുക്കൊരു സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊരു രീതിയിൽ വലിയ ചോദ്യങ്ങൾക്കുള്ള സാധ്യത നമുക്ക് അവിടെ പ്രതീക്ഷിക്കേണ്ട. അല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് ചോദിക്കാനുണ്ട്, ചോദിക്കുന്നതുമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് വരികയാണ്. അടുത്തെന്ന് പറയുന്നതാണ് ഈ ഇൻകോസ്പാർ, ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ചിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പ്രധാനപ്പെട്ട വ്യക്തികൾ. ഒന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ, ആദ്യ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റുവും, അതുപോലെ തന്നെ എന്താണ് പറയുക, വിക്രം സാരാഭായ്, ലീഡിംഗ് സയന്റിസ്റ്റ് ആയിട്ടുള്ള വിക്രം സാരാഭായും, പിന്നെ ഒരു വ്യക്തിയും കൂടെ ഉണ്ട്, നമ്മൾ നേരത്തെ പേര് കണ്ടതാണ്, ആരാണ്? ഡോക്ടർ രാമനാഥനാണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റു, വിക്രം സാരാഭായ്, ഡോക്ടർ രാമനാഥൻ എന്നിവരാണ് ഇതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പ്രധാന വ്യക്തികൾ എന്ന് പറയുന്നത്. ഇൻകോസ്പാറിന്റെ, ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ചിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പ്രധാന വ്യക്തികൾ എന്ന് പറയുന്നത്. വിക്രം സാരാഭായിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള സ്മരണാർത്ഥം, വിക്രം സാരാഭായിയോടുള്ള സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ 100ാമത് ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് ISRO ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ദ വിക്രം സാരാഭായ് ജേർണലിസം അവാർഡ് ഇൻ സ്പേസ് സയൻസ് ടെക്നോളജി ആൻഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. ആ പേരെയും തന്നെ, ഈ പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏത് മേഖല അല്ലെങ്കിൽ ആരുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള കാര്യം നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ദ വിക്രം സാരാഭായ് ജേർണലിസം അവാർഡ് ഇൻ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. വിക്രം സാരാഭായിയുടെ 100th ബർത്ത് ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ട് ഏത് സംഘടന ഏർപ്പെടുത്തിയതാണ്? ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ നൽകുന്ന പുരസ്കാരമാണ് എന്ന് പറയുന്നത്. വിക്രം സാരാഭായ് ജേർണലിസം അവാർഡ് ഇൻ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, സ്പേസ് സയൻസ് ടെക്നോളജി ആൻഡ് റിസർച്ച്. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വിക്രം സാരാഭായിയുമായി ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, കുറേയധികം സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ, പല ശാസ്ത്ര മേഖലകളുമായി ബന്ധപ്പെട്ട വളരെയധികം സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കുകയുണ്ടായി. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് കേട്ടോ. ഇത് വർഷം ഉൾപ്പെടെ പഠിച്ചു വെക്കണം, വർഷവും അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് ചോദ്യങ്ങൾ ന്യൂ പാറ്റേൺ ക്വസ്റ്റൻ ആയിട്ട്, മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആയിട്ടൊക്കെ ചോദിക്കുന്നതാണ്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് PRL ആണ്, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ആണ്. PRL ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഹമ്മദാബാദിലാണ്. വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ സ്ഥാപനമാണ് ഇത് PRL ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. 1947ലാണ് എന്ത് സ്ഥാപിക്കപ്പെട്ടത്? PRL സ്ഥാപിച്ചതെന്ന് പറയുന്നത്. PRL സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് എവിടെയാണ്? അഹമ്മദാബാദിലാണ് PRL സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അതും അഹമ്മദാബാദിൽ തന്നെയാണ്. അപ്പോൾ PRL സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്ഥാപിച്ചതാരാണ്? വിക്രം സാരാഭായി ആണ്. അഹമ്മദാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1961 നിലവിൽ വന്നതെന്ന് പറയുന്നത്. പിന്നെ അടുത്തതിലേക്ക് വരുമ്പോഴത്തേക്ക് നോക്കിയേ, കമ്മ്യൂണിറ്റി സയൻസ് സെന്റർ ആണ്. കമ്മ്യൂണിറ്റി സയൻസ് സെന്റർ സ്ഥിതി ചെയ്യുന്നതും അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെട്ടതും എവിടെയാണ്? അഹമ്മദാബാദിലാണ് കമ്മ്യൂണിറ്റി സയൻസ് സെന്റർ സ്ഥാപിച്ചത്. 1966 കമ്മ്യൂണിറ്റി സയൻസ് സെന്റർ സ്ഥാപിച്ചത്. അപ്പൊ നോക്കിയേ, വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട അഹമ്മദാബാദിൽ സ്ഥിതി ചെയ്യുന്ന 3 സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഥവാ PRL, പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് IIM 1961 സ്ഥാപിച്ചു. അതുപോലെ കമ്മ്യൂണിറ്റി സയൻസ് സെന്റർ സ്ഥാപിച്ചതും ആരുടെ നേതൃത്വത്തിലാണ്? വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിലാണ്. അഹമ്മദാബാദിലാണ്. 1966. അപ്പോൾ ഇതിന്റെയൊക്കെ ലൊക്കേഷൻ പഠിച്ചു വെക്കണം. അഹമ്മദാബാദ്, PRL അഹമ്മദാബാദ് ആണെന്ന് പറഞ്ഞു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദ് ആണെന്ന് പറഞ്ഞു.
പിന്നെ അതുപോലെ കമ്മ്യൂണിറ്റി സയൻസ് സെന്റർ എന്ന് പറയുന്നത്, കമ്മ്യൂണിറ്റി സയൻസ് സെന്റർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അഹമ്മദാബാദിലാണ് കമ്മ്യൂണിറ്റി സയൻസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട മറ്റൊരു സ്ഥാപനമാണ് VSSC, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തിരുവനന്തപുരത്താണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. ഇന്ത്യയുടെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥാപിക്കപ്പെട്ടത് 1985-ലാണ്. 1985 കൽപ്പാകത്താണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ നിലവിൽ വന്നതെന്ന് പറയുന്നത്. ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ നിലവിൽ വന്നത് കൽപ്പാകം. ഇന്ത്യയുടെ ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൽപ്പാകം. തമിഴ്നാട്ടിലെ കൽപ്പാകത്താണ് ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെന്റർ. വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെന്റർ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെന്റർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കൊൽക്കത്തയിലാണ് വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെന്റർ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അടുത്ത ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിൽ 1967-ലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പറയുന്നത്. ഓർത്തിരിക്കുക, ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് കൽപ്പാകം 1985 ആണ്. വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെന്റർ കൊൽക്കത്ത. ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. പിന്നെ യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് 67-ലാണ് നിലവിൽ വന്നത്. ജാദുഗുഡയാണ്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുള്ള പോയിന്റ്സ് ആണ് കേട്ടോ. ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഹൈദരാബാദ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത് എവിടെയാണ്? ജാദ്ഗുഡ 1967-ലാണ് നിലവിൽ വന്നതെന്ന് പറയുന്നു. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളാണ് നമുക്ക് വിക്രം, അല്ലെങ്കിൽ അത്രയും സ്ഥാപനങ്ങളാണ് വിക്രം സാരാഭായുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായിരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ഇത്രയുമാണ്. ഇത് പഠിച്ചു വെക്കണം. ഇതിന്റെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഇനിയും ചോദിക്കും. ഇതുവരെ ജോഡി ചേർത്ത് തരും. സ്ഥാപനത്തിന്റെ പേരും അതിന്റെ ലൊക്കേഷനും ജോഡി ചേർത്ത് തന്നിട്ട് അതിൽ നിന്നും ശരിയായിട്ടുള്ള ജോഡി ഏതൊക്കെ അല്ലെങ്കിൽ തെറ്റായ ജോഡി ഏതൊക്കെ എന്നുള്ള രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് വരുന്നത് തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനിലേക്കാണ് വരുന്നത്. TERLS-ലേക്കാണ് അടുത്തായിട്ട് വരുന്നത്. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. അപ്പോൾ എൻഗോസ്പാറിന്റെ നേതൃത്വത്തിൽ, എൻഗോസ്പാറിന്റെ നേതൃത്വത്തിലാണ് എന്ത് സ്ഥാപിക്കപ്പെടുന്നത്? തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥാപിതമായത്. നമ്മൾ പറഞ്ഞു എൻഗോസ്പാർ രൂപീകൃതമായത് 1962-ലാണ്. എൻഗോസ്പാർ നിലവിൽ വന്നത് 1962-ലാണ്. അതിനുശേഷം ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട അടുത്ത പ്രധാന കാൽവയ്പ്പാണ് നടന്നിരിക്കുന്നത്. എന്ത് രൂപീകൃതമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ നിലവിൽ വന്നു. 1963-ലാണ് എൻഗോസ്പാർ രൂപീകൃതമായത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വർഷം ചോദിച്ചിട്ടുള്ളതാണ്, വർഷം നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് എവിടെ നിലവിൽ വന്നതെന്ന് പറയുന്നത്? തിരുവനന്തപുരം ജില്ലയിലെ തുമ്പയിലാണ് നിലവിൽ വന്നത്. അപ്പം എൻഗോസ്പാർ രൂപീകൃതമായ വർഷം എന്ന് പറയുന്നത് 1963-ആണ്. ആ വർഷം തന്നെ ചോദിക്കും. അത് കൂടാണ്ട് ഇത് മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ ജോഡി ചേർത്ത് കറക്റ്റ് പെയർ റോങ് പെയർ ഐഡന്റിഫൈ ചെയ്യാന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. ഇത് പ്രവർത്തനം 1963-ൽ നിലവിൽ വന്നു. ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണം നടക്കുന്നത് 21 നവംബറിലാണ്. 1963 21 നവംബറിനാണ് ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിക്കുന്നത്. തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് എന്ന് പറയുന്നതാണ് നൈക്ക് അപ്പാച്ചെയാണ് ആദ്യത്തെ റോക്കറ്റ് എന്ന് പറയുന്നത്. നൈക്ക് അപ്പാച്ചെയാണ് ആദ്യത്തെ റോക്കറ്റ്. അപ്പോൾ ആ പേരൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടുന്ന് സാധാരണയായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നൈക്ക് അപ്പാച്ചി. 1963 നവംബർ 21-നാണ് ആദ്യ വിക്ഷേപണം നടന്നതെന്ന് പറയുന്നത്. നിലവിൽ വന്ന TERLS അല്ലെങ്കിൽ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ നിലവിൽ വന്നതെന്ന് പറയുന്നത് 1963-ലാണ് നിലവിൽ വന്നത്. ഇനി ഈ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞാൽ, തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂമധ്യരേഖാ പ്രദേശത്തോട് അല്ലെങ്കിൽ ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് എന്ന് പറയുന്നത് തുമ്പയിലെ എന്ന് പറയുന്നത്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം അല്ലെങ്കിൽ TERLS എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവിടുന്ന് തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് എന്ന് പറയുന്നത് ഏതാണ്? നൈക്ക് അപ്പാച്ചിയാണ്. ഒരു സൗണ്ടിങ് റോക്കറ്റാണ് എന്ന് പറയുന്നത് നൈക്ക് അപ്പാച്ചി എന്ന് പറയുന്നത്. അപ്പോൾ തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് 1963 നവംബർ 21-നാണ് വിക്ഷേപിച്ചത്. നൈക്ക് അപ്പാച്ചി ഒരു സൗണ്ടിങ് റോക്കറ്റാണ് എന്ന് പറയുന്നത്.
നൈക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ TERLS സ്ഥാപിക്കുന്നതിന് ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം എന്ന് പറയുന്നത് ഇതാണ് അമേരിക്ക. USA ആണ് ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം എന്ന് പറയുന്നത്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം അമേരിക്കയാണ്. പിന്നെ അതിനുശേഷം അവിടുന്ന് ഇന്ത്യ നിർമ്മിച്ച അല്ലെങ്കിൽ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ സൗണ്ടിങ് റോക്കറ്റ് എന്ന് പറയുന്നത് RH-75 ആണ് കേട്ടോ. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ സൗണ്ടിങ് റോക്കറ്റാണ് RH-75 എന്ന് പറയുന്നത്. RH-75 അത് വിക്ഷേപിച്ചതെന്ന് പറയുന്നത് 1975 1975 വിക്ഷേപിച്ചതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ സൗണ്ടിങ് റോക്കറ്റാണ് RH-75 വിക്ഷേപിച്ച വർഷം എന്ന് പറയുന്നത് ഏതാണ് 1975 ആണ്. ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്, 1975 ഓർത്തു വെക്കുക. ഇപ്പൊ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് തുമ്പയിൽ നിന്ന് മാറ്റി സ്ഥാപിക്കപ്പെട്ട പള്ളി എന്ന് പറയുന്ന സെന്റ് മേരീസ് ചർച്ചാണ് മെക്ക ഓഫ് റോക്കറ്റ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത്. എന്നറിയപ്പെടുന്നതാണ് സെന്റ് മേരീസ് ചർച്ചാണ്. മെക്ക ഓഫ് റോക്കറ്റ് സയൻസ് ഇൻ ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ISROയ്ക്ക് സമർപ്പിച്ചത് 1968 ഫെബ്രുവരി 2 ഇന്ദിരാഗാന്ധിയാണ്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ISROയ്ക്ക് സമർപ്പിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വർഷം നോട്ട് ചെയ്ത് വെച്ചോണം. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം യുണൈറ്റഡ് നേഷൻസിന് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് സമർപ്പിച്ചതെന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി 1968 പിന്നെ അതുപോലെ വരുമ്പോഴത്തേക്ക് തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച 2013 നവംബർ 21 വിക്ഷേപിച്ച റോക്കറ്റ് എന്ന് പറയുന്നത് RH-200 ആണ്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന്റെ 50th ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ട 50ാം വാർഷികവുമായി ബന്ധപ്പെട്ട തുമ്പയിൽ നിന്നും 2013 വിക്ഷേപിച്ച റോക്കറ്റ് എന്ന് പറയുന്നതാണ് RH-200 ആണ്. RH-200 അപ്പോൾ ഓർത്തിരിക്കുക, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന്റെ 50th ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ട 2013 നവംബർ 21 തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച റോക്കറ്റാണ് ഇത് RH-200 എന്ന് പറയുന്നത്. RH-200 അപ്പോൾ അത്രയും TERLSുമായി ബന്ധപ്പെട്ട അത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അടുത്ത സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ SSTC ആണ് അടുത്തതെന്ന് പറയുന്നത്. SSTC സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ. SSTCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നതാണ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ. ഫുൾ ഫോംസ് പഠിച്ചു വെക്കണേ, കാരണം ഇത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അവർ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ ഈ ഫുൾ ഫോം ഒക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് തരാൻ സാധ്യതയുണ്ട്, അങ്ങനെ തരാറുള്ളതാണ്. അപ്പം SSTCയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് എന്താണ്? സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ. TERLSന്റെ ഫുൾ ഫോം എന്ന് പറയുന്നതാണ് തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. എൻഗോസ്പാറിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഓൺ സ്പേസ് റിസർച്ച്. സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? തുമ്പയിലാണ്. 1965 1965 SSTC നിലവിൽ വന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ സ്ഥിതി ചെയ്യുന്നത് തുമ്പയിൽ. നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് 1965 ആണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലെ ബഹിരാകാശ ഗവേഷണത്തിനൊക്കെ തുടക്കം കുറിച്ചത് ആണവോർജ്ജ വകുപ്പിന് കീഴിലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ആണവോർജ്ജ വകുപ്പിന് കീഴിലാണ് ഇന്ത്യയിൽ ബഹിരാകാശ ഗവേഷണത്തിന് തുടക്കം കുറിച്ചതെന്ന് പറയുന്നത്. ഈ ബഹിരാകാശ ഗവേഷണത്തിന് തുടക്കം കുറിച്ചത് ആണവോർജ്ജ വകുപ്പിന് കീഴിലാണ്. ആ കാലഘട്ടത്തിൽ ഇന്ത്യക്ക് സ്വതന്ത്രമായിട്ടൊരു ബഹിരാകാശ വകുപ്പോ ബഹിരാകാശ കമ്മീഷനോ ഒന്നും ഇന്ത്യയിൽ ഇല്ലായിരുന്നു. അപ്പം ഈ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സെന്ററും പിന്നെ അതുപോലെ തന്നെ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനും ഇൻഗോസ്പാറും എല്ലാം ആദ്യം ഏതിന്റെ കീഴിലാണ് പ്രവർത്തിച്ചിരുന്നത്? ആണവോർജ്ജ വകുപ്പിന് കീഴിലാണ്. എന്നാൽ പിന്നീട് 1972 ആയപ്പോഴത്തേക്ക് തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനും SSTCയും ഏതിന് കീഴിൽ, ഏത് സ്ഥാപനത്തിന്റെ കീഴിലേക്ക് അതിന്റെ പ്രവർത്തനം മാറ്റുന്നു? വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ കീഴിലേക്ക് അതിന്റെ പ്രവർത്തനം മാറുകയാണ്. അപ്പോൾ 1972 പ്രാധാന്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് നിലവിൽ വന്നതും ബഹിരാകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷവുമൊക്കെയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് രൂപീകൃതമായതും സ്പേസ് കമ്മീഷൻ രൂപീകൃതമായ വർഷമാണ് എന്ന് പറയുന്നത് 1972 എന്ന് പറയുന്നത് 1972. അപ്പോൾ ആ ഒരു വർഷം ഓർക്കുക. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് പഠിക്കേണ്ടത് ISROയെ കുറിച്ചാണ്. ISROയുടെ രൂപീകരണം, ISRO നിലവിൽ വന്ന വർഷം,
ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ അടുത്തായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സംഘടനയാണ് എന്ന് പറയുന്നത് ISRO എന്ന് പറയുന്നത്. അപ്പോൾ ISROയെ കുറിച്ച് പറയുമ്പം ISRO രൂപീകൃതമായെന്ന് പറയുന്നത് 1969 ഓഗസ്റ്റ് 15-നാണ്. റിപ്പീറ്റ് ചെയ്യുന്നൊരു ചോദ്യമാണ്. എല്ലാ ലെവലിലുള്ള പരീക്ഷകൾക്കും LGS 10th 12th ഡിഗ്രി എല്ലാ ലെവലിലുള്ള പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. ISRO രൂപീകൃതമായ വർഷം എന്ന് പറയുന്നത്, ISRO നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് ഏതാണ്? 1969 ഓഗസ്റ്റ് 15-നാണ് എന്ത് രൂപീകൃതമായത്? ISRO നിലവിൽ വന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, റിപ്പീറ്റ് ചെയ്യുന്നൊരു പോയിന്റ് ആണ്. 1969-ലാണ് ISRO രൂപീകൃതമായത്. ISRO രൂപീകൃതമായപ്പോൾ ഇതിന്റെ പ്രവർത്തനം ഏത് വകുപ്പിന് കീഴിലാണെന്നാണ് പറഞ്ഞത്? ISRO രൂപീകൃതമാകുമ്പോൾ ISROയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ആണവോർജ്ജ വകുപ്പിന് കീഴിലാണ്. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ISROയുടെ രൂപീകരണം നടക്കുമ്പോഴും തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വരുമ്പോഴും ഒന്നും നമുക്കൊരു ബഹിരാകാശ വകുപ്പ് ഒന്നും നമുക്ക് നിലവിൽ വന്നിട്ടില്ല. ISROയുടെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങളൊക്കെ അല്ലെങ്കിൽ ISROയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങളൊക്കെ ഏത് വകുപ്പിന് കീഴിലായിരുന്നു? ആണവോർജ്ജ വകുപ്പിന് കീഴിലല്ല, അഥവാ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിക്ക് കീഴിലായിരുന്നു ISROയുടെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങളൊക്കെ നടന്നതെന്ന് പറയുന്നത്. ISROയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ബംഗളൂരുവാണ്. അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ISRO രൂപീകൃതമായത് 1969 ആണ്. ISROയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ബംഗളൂരുവാണ് ISROയുടെ ആസ്ഥാനം വരുന്നത്. പിന്നെ അടുത്ത ആസ്ഥാന മന്ദിരം, ഹെഡ്ക്വാർട്ടേഴ്സ് ബിൽഡിങ്ങിന്റെ പേര്, ISROയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ പേരെന്ന് പറയുന്നത് അന്തരീക്ഷ് ഭവൻ എന്നാണ്. ISROയുടെ ആസ്ഥാന മന്ദിരം എന്ന് പറയുന്നത് ഏതാണ്? അന്തരീക്ഷ് ഭവനാണ് ISROയുടെ ആസ്ഥാന മന്ദിരം. അപ്പോൾ ഇവിടെ തന്നെ 3 ചോദ്യങ്ങളാണ്. നിങ്ങൾ നോക്കി, ISRO രൂപീകൃതമായത് 1969-ലാണ്. ISROയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരുവാണ്. ആസ്ഥാന മന്ദിരം, ഹെഡ്ക്വാർട്ടേഴ്സ് ബിൽഡിങ്ങിന്റെ പേരെന്ന് പറയുന്നത് അന്തരീക്ഷ് ഭവനാണ് ISROയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത്, ISROയുടെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് വിക്രം സാരാഭായി ആയിരുന്നു. ഫസ്റ്റ് ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു. 63 മുതൽ 71 വരെയായിരുന്നു അദ്ദേഹം ISROയുടെ ചെയർമാൻ സ്ഥാനത്ത് ഇരുന്നെന്ന് പറയുന്നത്. പുറത്തിരിക്കുക, ISROയുടെ ആദ്യ ചെയർമാൻ. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്, നോട്ട് ചെയ്ത് വെക്കുക. രൂപീകൃതമായത് 69-ലാണ്. ബംഗളൂരുവാണ് ആസ്ഥാനം. അന്തരീക്ഷ് ഭവനാണ് ആസ്ഥാന മന്ദിരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്ന, ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? വിക്രം സാരാഭായി ആണ്. അതുപോലെ ISRO ചെയർമാൻ പദവിയിലെത്തിയ ആദ്യ മലയാളി, ISRO ചെയർമാനായ ആദ്യ മലയാളി എന്ന് പറയുന്നത് MGK മേനോനാണ്. പ്രൊഫസർ MGK മേനോനാണ് ISRO ചെയർമാനായ ആദ്യ മലയാളി എന്ന് പറയുന്നതും നോട്ട് ചെയ്ത് വെക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ആദ്യ ചെയർമാൻ വിക്രം സാരാഭായി ആണ്. ISRO ചെയർമാനായ ആദ്യ മലയാളി എന്ന് പറയുന്നത് MGK മേനോനാണ്. ഇനി ചെയർമാൻമാരെ കുറിച്ച് വരുമ്പോഴത്തേക്ക്, ISROയുടെ ചെയർമാൻ പദവിയിലിരുന്ന അല്ലെങ്കിൽ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായി ആണെങ്കിലും ISRO എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ കൂടുതലും പരിചിതമായിരിക്കുക, അല്ലെങ്കിൽ ISROയുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിചിതമായിരിക്കുന്ന മറ്റൊരു പേര് കൂടി ഉണ്ട്, സതീഷ് ധവാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, സതീഷ് ധവാനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ കാലം ISRO ചെയർമാൻ പദവിയിലിരുന്ന വ്യക്തി എന്ന് പറയുന്ന ഡോക്ടർ സതീഷ് ധവാനാണ്. ഏറ്റവും കൂടുതൽ കാലം ISRO ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ് ആര്? സതീഷ് ധവാൻ എന്ന് പറയുന്നത്. ലോങ്സ്റ്റ് സെർവിംഗ് ചെയർമാൻ ഓഫ് ISRO സതീഷ് ധവാനാണ്. നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് എല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ്. പ്രസന്റ് ചെയർമാൻ ഓഫ് ISROയുടെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? V നാരായണനാണ്. 11ാമത് ചെയർമാൻ ആണ്. ISROയുടെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്ന V നാരായണനാണ്. അതുപോലെ തന്നെ ISROയുടെ താൽക്കാലിക ചെയർമാനായി അല്ലെങ്കിൽ ഒരു ഇടക്കാല ചെയർമാനായിരുന്ന വ്യക്തിയാണ് പറയുന്നത് ശൈലേഷ് നായക് എന്ന് പറയുന്നത്. ഒരു 11 ദിവസത്തോളം ISRO ചെയർമാൻ പദവിയിൽ അല്ലെങ്കിൽ ഇൻചാർജ് ആയിരുന്നു, ISRO ചെയർമാൻ ഇൻചാർജ് ആയിരുന്നു പറയുന്നത് ശൈലേഷ് നായക് എന്ന് പറയുന്നത്. ISROയുടെ ഇടക്കാല ചെയർമാനായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് പറയുന്നത് ശൈലേഷ് നായക് എന്ന് പറയുന്നത്. അപ്പോൾ ISROയുടെ ചരിത്രം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ISROയുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യമുണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ISROയുടെ തലപ്പത്തിരുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മലയാളികളാണ് ISRO ചെയർമാൻമാരായ. അങ്ങനെ ISROയുടെ തലപ്പത്തെത്തിയ അല്ലെങ്കിൽ ISRO ചെയർമാനായിട്ടുള്ള മലയാളികൾ എന്ന് പറയുന്ന, ISROയുടെ ചെയർമാൻ പദവിയിലെത്തിയ മലയാളികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇതിനു മുമ്പ് V നാരായണന് തൊട്ട് മുമ്പിരുന്ന ചെയർമാനായ സോമനാഥ് വരെ മലയാളിയായിരുന്നു അല്ലേ. ഇനി ISRO ചെയർമാനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം വഹിക്കുന്ന പ്രധാന പദവികൾ എന്ന് പറയുന്നത്, ISRO ചെയർമാൻ അലങ്കരിക്കുന്ന പ്രധാന പദവികൾ എന്ന് പറയുന്നത്, ഒന്ന് ബഹിരാകാശ വകുപ്പിന്റെ സെക്രട്ടറി. ISROയുടെ ചെയർമാൻ തന്നെയാണ് ബഹിരാകാശ വകുപ്പിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ സെക്രട്ടറി എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ സെക്രട്ടറി എന്ന് പറയുന്ന ആരാണ്? ISROയുടെ ചെയർമാനാണ്. രണ്ടാമത് ISRO ചെയർമാൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ സെക്രട്ടറി, ISRO ചെയർമാൻ. പിന്നെന്താണ് വരുന്നത്?
സ്പേസ് കമ്മീഷന്റെ ബഹിരാകാശ കമ്മീഷന്റെ ചെയർമാനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ സെക്രട്ടറിയും ISROയുടെ ചെയർമാനും എല്ലാം ഒരു വ്യക്തി തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ 1972 നമ്മൾ പറഞ്ഞു 1972ലാണ് ഇന്ത്യയിൽ എന്ത് രൂപീകൃതമാകുന്നത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്, ബഹിരാകാശ വകുപ്പ് രൂപീകൃതമായത്. ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് രൂപീകരിച്ച വർഷം എന്ന് പറയുന്നത് 1972 അതുപോലെ തന്നെ ഇന്ത്യയിൽ ബഹിരാകാശ കമ്മീഷൻ രൂപീകരിച്ചു എന്ന് പറയുന്നതും സ്പേസ് കമ്മീഷൻ രൂപീകരിച്ചത് ഇന്ത്യയിൽ ബഹിരാകാശ കമ്മീഷൻ നിലവിൽ വന്നതും ഏത് വർഷമാണ്? 1972. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ സ്പേസ് കമ്മീഷൻ ക്വസ്റ്റൻ ആണ്. ഇന്ത്യയിൽ ബഹിരാകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1972 അതുപോലെ തന്നെ ബഹിരാകാശ വകുപ്പ് രൂപീകരിച്ചത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് രൂപീകരിച്ചതും 1972 അപ്പം ഈ ബഹിരാകാശ വകുപ്പ് രൂപീകൃതമാകുന്നത് വരെ, അതായത് 1972 വരെ ഇന്ത്യയിലെ ബഹിരാകാശ ഗവേഷണ മേഖലയിലെ പ്രവർത്തനങ്ങളെല്ലാം ഏത് വകുപ്പിന് കീഴിലായിരുന്നു എന്ന് മനസ്സിലാക്കുക? ആണവോർജ്ജ വകുപ്പിന് കീഴിലായിരുന്നു നടന്നതെന്ന് പറയുന്നത്. ഈ ഒരു 72 ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1972 ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പും ബഹിരാകാശ കമ്മീഷനും രൂപീകൃതമായത്. അതുവരെ അല്ലെങ്കിൽ 1972 വരെ ഇന്ത്യയിലെ ബഹിരാകാശ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ആണവോർജ്ജ വകുപ്പിന് കീഴിലായിരുന്നു നടന്നത്. ഈ അറ്റോമിക് എനർജി കമ്മീഷൻ, ആണവോർജ്ജ കമ്മീഷൻ രൂപീകൃതമായ വർഷം ഏതാണെന്നറിയോ? അതും ചോദിക്കുന്നതാണ് കേട്ടോ. 1948 ആണ്. 1948 ആണവോർജ്ജ കമ്മീഷൻ രൂപീകരിച്ചതെന്ന് പറയുന്നത്. 1948 ആണവോർജ്ജ കമ്മീഷൻ നിലവിൽ വന്നത്. ഓർത്തിരിക്കുക, ISRO ചെയർമാൻ അല്ലെങ്കിൽ ISROയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി അലങ്കരിക്കുന്ന 3 പദവികളാണ്. ISROയുടെ ചെയർമാനാണ്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ സെക്രട്ടറി ആയിരിക്കും, സ്പേസ് കമ്മീഷന്റെ ചെയർമാനും ആരാണ്? ഈ 3 പദവികളിലും ഒരു വ്യക്തി തന്നെയായിരിക്കും വരുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസും സ്പേസ് കമ്മീഷൻ രൂപീകൃതമായത് 72 എന്നുള്ള കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്, നമ്മൾ പഠിച്ച കാര്യമാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് ടെക്നോളജി? Who is known as the father of Indian space technology? Options നോക്കി: ഡോക്ടർ APJ അബ്ദുൽ കലാം, ഡോക്ടർ സതീഷ് ധവാൻ, ഡോക്ടർ വിക്രം സാരാഭായ്, ഡോക്ടർ K രാധാകൃഷ്ണൻ. ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് ടെക്നോളജി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ സ്പേസ് ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ വിക്രം സാരാഭായ് ആണ്, അല്ലെ? ഡോക്ടർ വിക്രം സാരാഭായ് ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് ടെക്നോളജി, ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം, ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ആര് തന്നെയാണ്? വിക്രം സാരാഭായ് ആണ്. അടുത്ത ചോദ്യം ഇതാണ്: In which year was the Indian National Committee for Space Research, അല്ലെങ്കിൽ in short INGOSPAR, established? INGOSPARന്റെ പൂർണ്ണ രൂപമാണ് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. INGOSPAR രൂപീകൃതമായ വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. 1969, 1972, 1962, 1984. ഏത് വർഷമാണ് INGOSPAR രൂപീകൃതമായെന്ന് പറയുന്നത്? 1962 INGOSPAR രൂപീകൃതമായത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. Who is the first chairman of ISRO? ISROയുടെ ആദ്യ ചെയർമാൻ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്? സതീഷ് ധവാൻ, MGK മേനോൻ, APJ അബ്ദുൽ കലാം, വിക്രം സാരാഭായ്. ഇതിൽ ISROയുടെ ആദ്യ ചെയർമാൻ, ഫസ്റ്റ് ചെയർമാൻ ഓഫ് ISRO എന്ന് പറയുന്നത് ആരാ വരുന്നത്? വിക്രം സാരാഭായ് ആണ്. വിക്രം സാരാഭായ് ആണ് ISROയുടെ ആദ്യ ചെയർമാൻ ആയിരുന്നത്. Who is the first chairman of ISRO? അപ്പോൾ ആൻസർ കിട്ടിയതാണ് വിക്രം സാരാഭായ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. Where is the headquarters of Indian Space Research Organization located? ISROയുടെ ആസ്ഥാനം എവിടെ എന്നാണ് ചോദ്യം. ഹൈദരാബാദ്, ചെന്നൈ, തിരുവനന്തപുരം, ബംഗളൂരു. എവിടെയാണ് ISRO ആസ്ഥാനം എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ്. ബംഗളൂരുവിലാണ് ISROയുടെ ആസ്ഥാനം. ആസ്ഥാന മന്ദിരത്തിന്റെ പേരൊക്കെ നമ്മൾ പഠിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അന്തരീക്ഷ് ഭവനാണ് ISROയുടെ ആസ്ഥാന മന്ദിരം. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരുവിലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ വാസ് റീനെയിംഡ് ഇൻ മെമ്മറി ഓഫ് വിച്ച് പേഴ്സണാലിറ്റി? തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ വാസ് റീനെയിംഡ് ഇൻ മെമ്മറി ഓഫ് വിച്ച് പേഴ്സണാലിറ്റി? താഴെ തന്നിരിക്കുന്നതിൽ ആരുടെ സ്മരണാർത്ഥമാണ് തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ പുനർനാമകരണം ചെയ്യപ്പെട്ടത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിയേ: സതീഷ് ധവാൻ, വിക്രം സാരാഭായ്, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി. ഇതിൽ ആരോടുള്ള സ്മരണാർത്ഥമാണ് തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം പുനർനാമകരണം ചെയ്തത്? ആരോടുള്ള സ്മരണാർത്ഥമാണ്? വിക്രം സാരാഭായിയോടുള്ള സ്മരണാർത്ഥം. ആൻസർ
എന്ന് പറയുന്നത്. എന്ത് പറയാം? വിക്രം സാരാഭായി ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. വിക്രം സാരാഭായിയോടുള്ള സ്മരണാർത്ഥമാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം പുനർനാമകരണം ചെയ്തത്. അടുത്തത്, the first rocket launched from the Tumba Equatorial Rocket Launching Station was dash. തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് ഏതെന്നാണ് ചോദ്യം. രോഹിണി 125, നൈക്ക് അപ്പാച്ചി, RH-75, PSLV D1. ഇതിലേതാണ് തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ്? നോക്കിക്കേ, ഓപ്ഷൻ നോക്കുമ്പോൾ തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നൈക്ക് അപ്പാച്ചി ആണ് തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് എന്ന് പറയുന്നത്. തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് ആണ് എന്ന് പറയുന്നത് നൈക്ക് അപ്പാച്ചിയാണ് തുമ്പയിലെ ആദ്യ റോക്കറ്റ്. തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ്. അവിടെ RH-75 ഒക്കെ കിടപ്പുണ്ട് കേട്ടോ. RH-75 ഒക്കെ ഇന്ത്യയിൽ അല്ലെങ്കിൽ പൂർണ്ണമായും ഇന്ത്യയിൽ വികസിപ്പിച്ച തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച റോക്കറ്റാണ് RH-75. അടുത്തതിലേക്ക് കടക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. വിച്ച് കൺട്രി അസിസ്റ്റഡ് ഇന്ത്യ ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ? ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം, ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ TERLS സ്ഥാപിക്കുന്നതിന് ഇന്ത്യയോട് സഹകരിച്ച രാജ്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റഷ്യ, ഫ്രാൻസ്, USA, ജർമ്മനി. ഏത് രാജ്യമാണ് സഹകരിച്ചത്? USA ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In which year was the Space Science and Technology Center SSTC established? In which year Space Science and Technology Center established at Tumba? സ്പേസ് SSTC നിലവിൽ വന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചതാണ്. ഏതാണ് SSTC നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത്? 1965ലാണ്. 1965ലാണ് എന്ത് രൂപീകൃതമായത്? SSTC നിലവിൽ വന്നതെന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. The new commercial arm of ISRO. The new commercial arm of ISRO, New Space India Limited, was established on which date? New Space India Limited was established on which date? അപ്പം ഡേറ്റ് ആണ് ചോദ്യമെങ്കിലും വർഷമെല്ലാം ഡിഫറൻറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് തന്നെ നമുക്ക് തീരുമാനമാക്കാം. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് 2019 രൂപീകരിച്ചത്. ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് 2019 രൂപീകൃതമായ ISROയുടെ വാണിജ്യ വിഭാഗമാണ് ഏത്? ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ആൻസർ അപ്പോൾ എന്ത് പറയാം? March 6, 2019 ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ISRO's virtual space museum is named as Bhuvan, Antariksh, Spark, SHAR. ഏതാണ് വരുന്നത്? ISRO's virtual space museum is named as. ISRO രൂപീകരിച്ച വെർച്വൽ സ്പേസ് മ്യൂസിയത്തിന്റെ പേരാണ് സ്പാർക്ക് ആണ് അല്ലേ? അത് ഉദ്ഘാടനം ചെയ്ത ആരൊക്കെയാണ്? നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരെന്നൊക്കെ പഠിച്ചാണ്. ISROയുടെ വെർച്വൽ സ്പേസ് മ്യൂസിയം എന്ന് പറയുന്നതാണ് സ്പാർക്ക്. അടുത്തത്. Who was the first Malayali chairman of ISRO? Who was the first Malayali chairman of ISRO? ISROയുടെ ചെയർമാൻ പദവിയിലെത്തിയ ആദ്യ മലയാളി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ISRO ചെയർമാൻ ആയ ആദ്യ മലയാളി എന്ന് പറയുന്നത് K. രാധാകൃഷ്ണൻ, S. സോമനാഥ്, MGK മേനോൻ, G. മാധവൻ നായർ. എല്ലാം മലയാളികളുടെ പേരാണ് തന്നിരിക്കുന്നത് അല്ലേ? അതിൽ തന്നെ ആദ്യ മലയാളി എന്ന് പറയുന്നത് MGK മേനോൻ ആയിരുന്നു. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ISRO ചെയർമാൻ പദവിയിലെത്തിയ ആദ്യ മലയാളി എന്ന് പറയുന്ന ആരാണ്? MGK മേനോൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. Indian Remote Sensing Day is celebrated on dash. The Indian Remote Sensing Day is celebrated on dash. August 15, August 12, October 4, November 21. ഇന്ത്യയിൽ റിമോട്ട് സെൻസിംഗ് ദിനമായി ആചരിക്കുന്നത് വിക്രം സാരാഭായിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 12 ആണ്. അപ്പോൾ ആൻസർ എന്ത് പറയാം നമുക്ക്? ഓഗസ്റ്റ് 12 ആണ്. വിക്രം സാരാഭായിയുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ റിമോട്ട് സെൻസിംഗ് ദിനമായി ആചരിക്കുന്നത്. Which of the following institutions was not established by Vikram Sarabhai? വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെടാത്ത സ്ഥാപനമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാന്ന് നോക്കിയേ. ആദ്യത്തേത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആണ്. IIM സ്ഥാപിച്ചത് വിക്രം സാരാഭായി തന്നെയാണ് അല്ലെ? വിക്രം സാരാഭായി ആണ് അഹമ്മദാബാദിൽ IIM സ്ഥാപിച്ചത്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി PRL സ്ഥാപിച്ചതും അഹമ്മദാബാദിൽ ആര് തന്നെയാണ്? വിക്രം സാരാഭായി ആണ് സ്ഥാപിച്ചത്. ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ അത് സ്ഥാപിച്ചതും വിക്രം സാരാഭായി തന്നെയാണ്. കൽപ്പാകത്താണ് അല്ലെ? ഇത് മൂന്നും വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച സ്ഥാപനങ്ങളാണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ അഥവാ ബാർക്ക് ആണ് ആൻസർ എന്ന് പറയുന്നത്. ആരുടെ നേതൃത്വത്തിലാണ്? ഹോമി ജെ ഭാഭയുടെ നേതൃത്വത്തിലാണ് ബാർക്ക് സ്ഥാപിതമായത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
The satellite telecommunication experiment project അഥവാ STEP was implemented jointly by ISRO and which other department? ഏതൊക്കെയായിരുന്നു സ്റ്റെപ്പ് പദ്ധതി എന്ന് പറയുന്നത്? സ്റ്റെപ്പ് പ്രൊജക്ട് എന്ന് പറയുന്നത് ISROയുടെയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫിന്റെയും ഒരു ജോയിന്റ് വെഞ്ചർ ആയിരുന്നു അല്ലെ, ഒരു ജോയിന്റ് പ്രൊജക്ട് ആയിരുന്നു എന്ന് പറയുന്നത് സ്റ്റെപ്പ് പ്രൊജക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് ISRO's Technical Liaison Unit ITLU is being established in which country? ISRO's Technical Liaison Unit is being established in which country? എവിടെയാണ്, ഏത് രാജ്യത്താണ് ISROയുടെ ടെക്നിക്കൽ ലൈസൺ യൂണിറ്റ് സ്ഥാപിതമായത്? റഷ്യയിലാണ് നിലവിൽ വന്നത് അല്ലേ. ITLU നിലവിൽ വന്നതെന്ന് പറയുന്നത് എവിടെയാണ്? റഷ്യയാണ് ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. വിച്ച് സിറ്റി ഈസ് ഹോം ടു ISRO's സ്പേസ് സിറ്റുവേഷണൽ അവയർനെസ് കൺട്രോൾ സെന്റർ? ഏതാണ്? ബാംഗ്ലൂർ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സ്പേസ് സിറ്റുവേഷണൽ അവയർനെസ് കൺട്രോൾ സെന്റർ സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂർ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ വിക്രം സാരാഭായ് ജേർണലിസം അവാർഡ് ഇൻ സ്പേസ് സയൻസ് ടെക്നോളജി ആൻഡ് റിസർച്ച് വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ISRO ടു കോമമറേറ്റ് ഹിസ് 100th ബർത്ത് ആനിവേഴ്സറി. അപ്പോൾ വിക്രം സാരാഭായിയുടെ 100ാം ജന്മ വാർഷികവുമായി ബന്ധപ്പെട്ട് ISRO ഏർപ്പെടുത്തിയ പുരസ്കാരം. അപ്പോൾ ആൻസർ എന്ന് പറയാൻ നമുക്ക് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഇൻ വിച്ച് ഇയർ വാസ് ഡോക്ടർ വിക്രം സാരാഭായ് പോസ്റ്റമസ്ലി അവാർഡഡ് ദ പത്മവിഭൂഷൺ? വിക്രം സാരാഭായിക്ക് പത്മവിഭൂഷൺ ലഭിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? 1972ലാണ്. 1972ലാണ് വിക്രം സാരാഭായിക്ക് എന്ത് ലഭിക്കുന്നത്? പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചതെന്ന് പറയുന്നത്. പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ഇൻഡിജിനസ്ലി ബിൽറ്റ് സൗണ്ടിംഗ് റോക്കറ്റ് ഓഫ് ഇന്ത്യ. പൂർണ്ണമായും ഇന്ത്യയിൽ വികസിപ്പിച്ച ആദ്യത്തെ സൗണ്ടിംഗ് റോക്കറ്റ്. അപ്പോൾ പൂർണ്ണമായും ഇന്ത്യയിൽ വികസിപ്പിച്ച ആദ്യ സൗണ്ടിംഗ് റോക്കറ്റ് എന്ന് പറയുന്നത് ഏതാണ്? രോഹിണി 75 ആണ്. RH-75 ആണ് ആൻസർ എന്ന് പറയുന്നത്. RH-75 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ സൗണ്ടിംഗ് റോക്കറ്റ് ആണ് ഇത് നൈക് അപ്പാച്ചി എന്ന് പറയുന്നത്. പൂർണ്ണമായും ഇന്ത്യയിൽ വികസിപ്പിച്ച തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ സൗണ്ടിംഗ് റോക്കറ്റ് ആണ് ഇത് RH-75 എന്ന് പറയുന്നത്. RH-75. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, which church was relocated to establish TERLS and is now a space museum? തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി സ്ഥാപിക്കപ്പെട്ട പള്ളി ഏത്? അത് നിലവിലൊരു ബഹിരാകാശ മ്യൂസിയം ആയിട്ടാണ് ആ പള്ളി നിലനിർത്തിയിരിക്കുന്നത്. ഏത് പള്ളി എന്നാണ് ചോദിച്ചിരിക്കുന്നത്? സെന്റ് മേരീസ് ചർച്ച് ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ്. സെന്റ് മേരീസ് ചർച്ച് ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ വിച്ച് ഇയർ വാസ് TERLS ഡെഡിക്കേറ്റഡ് ടു ദ യുണൈറ്റഡ് നേഷൻസ്? ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സമർപ്പിക്കപ്പെട്ട വർഷം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സമർപ്പിച്ചത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. സമർപ്പിച്ച വർഷം എന്ന് പറയുന്നത് 1968ലാണ് സമർപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, Who inaugurated the virtual space museum Spark? ISRO രൂപീകരിച്ച വിർച്വൽ സ്പേസ് മ്യൂസിയത്തിന്റെ പേരാണ് സ്പാർക്ക് എന്ന് പറയുന്നത്. സ്പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആര്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഡോക്ടർ K രാധാകൃഷ്ണൻ, S സോമനാഥ്, G മാധവൻ നായർ, K കസ്തൂരിരംഗൻ. സ്പാർക്ക് ഉദ്ഘാടനം ചെയ്തത് S സോമനാഥ് ആണ്. സ്പാർക്കിന്റെ ഉദ്ഘാടനം ചെയ്തത് 2022ലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. The new software developed by ISRO is dash. ISRO വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ഏതെന്നാണ് ചോദ്യം. ISRO വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ഓപ്ഷൻസ് നോക്കി നിങ്ങൾ ചന്ദ്രയാൻ ഉണ്ട്, ഭുവൻ, മംഗൾയാൻ, നാവിക്. ഇതിലേതാണ് ISRO വികസിപ്പിച്ച സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്? ന്യൂ സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ ISRO ഏതാണ്? ഓപ്ഷൻ ബി ഭുവൻ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ഭുവൻ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, വാട്ട് വാസ് ദ ഒറിജിനൽ നെയിം ഓഫ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ? വാട്ട് വാസ് ദ ഒറിജിനൽ നെയിം ഓഫ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ? സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ യഥാർത്ഥ നാമമാണ് ചോദിച്ചിരിക്കുന്നത്.
യഥാർത്ഥ നാമം എന്ന് പറയുന്ന ഓപ്ഷൻസ് നോക്കിയേ. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് സെന്റർ, ശ്രീഹരിക്കോട്ട റേഞ്ച്, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് ശ്രീഹരിക്കോട്ട റേഞ്ച് എന്നതാണ്. ശ്രീഹരിക്കോട്ട റേഞ്ച് ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Space Situational Awareness Control Center of ISRO is being established in dash. നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഇതേ കാര്യം തന്നെ കണ്ടതാണ്. എവിടെയാണ് സ്പേസ് സിറ്റുവേഷണൽ അവയർനെസ് കൺട്രോൾ സെന്റർ സ്ഥിതി ചെയ്യുന്നത്? ബംഗളൂരുവാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ബംഗളൂരുവാണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which university is collaborating with ISRO to establish a space innovation incubation center? ഏതാണ്? അടുത്ത ഏത് യൂണിവേഴ്സിറ്റിയാണ്? ബിജു പട്നായിക് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, വീർ സുരേന്ദ്ര സായി യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, ഉത്കൽ യൂണിവേഴ്സിറ്റി, ഒഡീഷ യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജി. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, വീർ സുരേന്ദ്ര സായി യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. The first ISRO chairman from Kerala, അല്ലെങ്കിൽ ISRO ചെയർമാൻ പദവിയിലെത്തിയ ആദ്യ മലയാളി ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്? എസ് സോമനാഥ്, വി നാരായണൻ, ജി മാധവൻ നായർ, MGK മേനോൻ. ISRO ചെയർമാൻ പദവിയിലെത്തിയ ആദ്യ മലയാളി എന്ന് പറയുന്ന ആരാണ്? MGK മേനോനാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. 5 മലയാളികൾ ISRO ചെയർമാൻ പദവിയിലെത്തിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്.